ഈ ഷിയാസ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സ്വന്തം പെങ്ങന്മാരെ പോലെ കാണുന്നത് അറിയാലോ. എത്ര പേര് പറഞ്ഞു ഞങ്ങളെ പെങ്ങന്മാരെ പോലെ കാണുന്നത്. എന്നിട്ട് നിങ്ങളൊക്കെ എന്താ കാണിക്കണേ? എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറുവശമുള്ള ഓഡിയോ കേൾക്കാണ്ട് ഒരു വശമുള്ള ഓഡിയോ കേട്ടിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. അതെ, ഷിയാസ് കരീം ഒരു പാവമാണ്, ഒരു പഞ്ചപാവമാണ്. അയാളെ നിങ്ങളൊക്കെ ക്രൂശിലേറിനെ മനസ്സിലായോ? ഇവിടെ പൈസ എന്ന് പറയുന്ന കാര്യത്തിൽ എല്ലാവരും ഉടക്കും, നമ്മൾ ആരായാലും ഉടക്കും. ഈ പൈസയുടെ പേരിലാണ് അവിടെ നടന്നത്, മനസ്സിലായോ? ഈ ഷിയാസ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സ്വന്തം പെങ്ങന്മാരെ പോലെ കാണുന്നത് അറിയാലോ. എത്ര പേര് പറഞ്ഞു ഞങ്ങളെ പെങ്ങന്മാരെ പോലെ കാണുന്നത്. എന്നിട്ട് നിങ്ങളൊക്കെ എന്താ കാണിക്കണേ? എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറുവശമുള്ള ഓഡിയോ കേൾക്കാണ്ട് ഒരു വശമുള്ള ഓഡിയോ കേട്ടിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്, മനസ്സിലായില്ലേ? ഷിയാസ് കരീമൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. ഷിയാസ് കരീം അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ പറയുക, ഷിയാസ് കരീമിനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. പുള്ളി അങ്ങനെ ചെയ്യുന്നില്ല. ഈ പൈസ എന്ന് പറഞ്ഞ ഇതിൽ മാത്രമാണ് അയാൾ പെട്ടുപോയത്. പൈസ കൊടുക്കാനുള്ള കേസിൽ വന്നപ്പോഴാണ് ഇങ്ങനെ പല കാര്യങ്ങളും വന്നത്. അതുകൊണ്ട് എനിക്ക് എന്തായാലും സത്യം ചെയ്യിക്കട്ടെ. കാരണം ഷിയാസ് ഖാനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷിയാസ് കരീം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉയരാണ്, മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ. അയാളൊരു പാവാടോ, ഒരു പഞ്ചപാവം.